യമനിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന സാധാരണക്കാരനായിരുന്നു ഉവൈസ് റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് കാണുക എന്നത് മാത്രമായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ പ്രായമായ, കാഴ്ചശക്തിയില്ലാത്ത തൻ്റെ ഉമ്മയെ നോക്കാൻ വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നു. മദീനയിലേക്ക് പോകാനുള്ള മോഹം ഉള്ളിലുണ്ടെങ്കിലും ഉമ്മയെ തനിച്ചാക്കി പോകരുത് എന്ന പ്രവാചകന്റെ ഉപദേശം അദ്ദേഹം അക്ഷരം പ്രതി അനുസരിച്ചു. മദീനയിലേക്ക് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ സാധിക്കാതെ പോയതിൽ അദ്ദേഹം ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. എന്നാൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, യമനിൽ നിന്ന് ഉവൈസ് എന്ന ഒരാൾ വരും. അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും വലിയ സ്നേഹമുള്ളവനാണ് അദ്ദേഹം. നിങ്ങൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയാൽ നിങ്ങൾക്കു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടണം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കണ്ടിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവർ അദ്ദേഹത്തെ തേടിപ്പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു.